കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂരപ്പൻ്റെ ഉച്ചപൂജ കളപാലങ്കാരം കഴിഞ്ഞു, നട തുറന്നു. അപ്പോൾ എല്ലാവരും വരൂ. നമുക്ക് ഗുരുവായൂരപ്പൻ്റെ ചതുർബാഹുവായ വിഗ്രഹത്തിൽ, ദേവകൾ പൂജിതമായ ആ വിഗ്രഹത്തിൽ ഏത് രൂപത്തിലാണ് കളഭം കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്ന് നോക്കാം. അപ്പോൾ അങ്ങനെ ആദ്യം തന്നെ നമുക്ക് കിഴക്കേ നടയിലുള്ള മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ പുറകിലുള്ള ഗണപതി ക്ഷേത്രത്തിലൊന്ന് പോയി ദർശനം നടത്തിയിട്ട് അവിടെ പോയാൽ സുഖമായിട്ട് ദർശനം നടത്താം. 4 ഭാഗത്തുനിന്ന് നോക്കിയാലും ആ ഗണപതി ഭഗവാനെ കാണാം. അപ്പോൾ അവിടെ കണ്ട് തൊഴുത് ഗോപുരവാതിൽ കടന്ന് അകത്തേക്ക് പോവാം. ഗോപുരവാതിൽ വന്ന് കിടന്ന് നേരെ, ഇന്നിപ്പോൾ ചൊവ്വാഴ്ചയാണ്, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ നിർമ്മാല്യത്തിന് മാത്രമാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് വന്ന ആളുകൾക്ക്, ഭക്തർക്കൊക്കെ സമാധാനമായിട്ട് തൊഴാൻ പറ്റി എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് അങ്ങനെ ഭഗവാനെ കാണാനായിട്ട് ആ വാതിൽപ്പടി കിടക്കുകയാണ്. വാതിൽപ്പടി കിടക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ശ്രീലകത്തേക്ക് നമ്മൾ നോക്കിയ ആ നെയ്വിളക്കിൻ്റെ പ്രകാശവും ഭഗവാന്റെ തിരുനെറ്റിയിലെ സ്വർണ്ണഗോപിയുടെ പ്രകാശമൊക്കെ നമ്മളിലേക്ക് എത്തുകയാണ്. അപ്പോൾ തന്നെ ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടു, നമ്മൾ ഗുരുവായൂരപ്പനെ കണ്ടു, ഗുരുവായൂരപ്പൻ നമ്മളെ കണ്ടു, അനുഗ്രഹം കിട്ടി എന്നുള്ള ആ ഒരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നോക്കുകയാണ്. പിന്നെ ഇടതേ ഭാഗത്തേക്ക് നോക്കി മേൽപ്പത്തൂരിനെ ഒന്ന് സ്മരിച്ചു. വലതേ ഭാഗത്ത് ആ തൂണ് നോക്കിയിട്ട് നരസിംഹാവതാരം കാണിച്ചു കൊടുത്ത തൂണും നോക്കി തൊഴുതു. വീണ്ടും നമ്മൾ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭഗവാന്റെ കാൽവളകൾ കാണാനുണ്ട്. കാൽപാദങ്ങൾ കണ്ടു. അങ്ങനെ മുകളിലേക്ക് നല്ലൊരു പട്ട് ഇങ്ങനെ ഞൊറിഞ്ഞെടുത്ത വീതിയിലുള്ള പട്ട് ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. അരയിൽ നോക്കിയാൽ അരമണി കിങ്ങിണി ഇങ്ങനെ നന്നായിട്ട് ചാർത്തിയിട്ടുണ്ട്. നല്ല വീതിയിലാണ്. പിന്നെ മേലേക്ക് ഇങ്ങനെ നോക്കി വരുമ്പോൾ മാറത്ത് നല്ലൊരു മാല ചാർത്തിയിട്ടുണ്ട്. കഴുത്തിൽ നല്ല വളയം പോലത്തെ ഒരു മാലയും മാങ്ങാമാലയും, പിന്നെ നെക്ലസ് പോലെ, അതായത് പതക്കം പോലത്തെ ഒരു മാലയുണ്ട്. അങ്ങനെ തിരുമുടി നോക്കുമ്പോൾ തിരുമുടി കെട്ടിയിട്ടുണ്ട്. ഇന്ന് നല്ല എന്താ പറയുക, വട്ടമുഖറുള്ള ഒരു പൊന്നുണ്ണിയാണ്. നല്ല കളഭം നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസമായിട്ടുള്ളൊരു പൊന്നുണ്ണിയാണ് നിൽക്കുന്നത്. വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലുണ്ട്. ഇടത്തെ കൈ ഇങ്ങനെ അരയിലിങ്ങനെ കുത്തിയെണ്ണ ഒരു കുസൃതിയിലാണ് നിൽക്കുന്നത്. അതാണ് ഇത്ര ഒരു രസം. എന്തോ ഞാനെന്താ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ മാതിരി കുട്ടിയോട് കളിച്ചിങ്ങനെ നിൽക്കില്ലേ, ആ ഒരു ഭാവത്തിലാണ്. എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്ന രൂപം. അപ്പോൾ നമ്മൾ സോപാനപ്പടിയിലാണ്. എന്നിട്ട് ഭഗവാന്റെ ശ്രീലകത്തേക്ക് ഇങ്ങനെ നോക്കി തൊഴുകയാണ് എന്ന് എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. ഭഗവാന്റെ ആ രൂപം മനസ്സിലേക്ക് ഇങ്ങോട്ട് ആവാഹിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ഭഗവത് ദർശനം നമുക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ നോക്കി തൊഴുമ്പോൾ അത് ഇരുമുടിമാല 2 ഉണ്ട്. ഒന്ന് താമരയുണ്ട്, തുളസിയുണ്ട്, തെച്ചിയുണ്ട്, അങ്ങനത്തെ 2. അതേപോലെ വലിയ ഉണ്ടമാലകൾ 2. താമര കൊണ്ടുള്ള വലിയൊരു ഉണ്ടമാല ഉണ്ട്. പിന്നെ തുളസിയും തെച്ചിയും വെളുത്ത പൂവിന് ധാരാളമുണ്ട്. വെളുത്ത പൂവ് നന്നായിട്ട് കൂടുതലുള്ള ആ ഒരു മാലയാണ് കാണാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കൈവളകൾ ചാർത്തിയിട്ടുണ്ട്, തോൾവളകളുണ്ട്. നെറ്റിയിലൊരു പൊന്നിൻ്റെ തിരുഗോപി ചാർത്തിയിട്ടുണ്ട്. നന്നായിട്ടുള്ള ആ ഒരു അലങ്കാരത്തോടു കൂടിയിരിക്കുന്ന ഭഗവാനെ നമ്മൾ കാണുകയാണ്. കണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങുകയാണ്. സോപാനപ്പടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് രാവിലെ ബലി തൂവുന്ന അഗ്നികോണിലേക്കൊന്ന് നോക്കി തൊഴുതു. അതേപോലെ തിടപ്പള്ളിയിലേക്ക് ഭഗവാന് നേദ്യം തയ്യാറാക്കുന്ന വിഘ്നേശ്വരന് ഗണപതി ഹോമം നടത്തുന്ന തിടപ്പള്ളി നോക്കി തൊഴുതു. അങ്ങനെ സപ്തമാതാക്കളെ കണ്ടു തൊഴുതു. അത് കഴിഞ്ഞ് നേരെ വരുന്നത് ഗണേശൻ്റെ അടുത്തേക്കാണ്. ഗണേശൻ്റെ അടുത്ത് വന്ന് നോക്കിയിട്ട് ഗണേശനെ കണ്ട് തൊഴുക. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. അത് കഴിഞ്ഞ് സരസ്വതി ദേവിനെ കണ്ടു തൊഴാം. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. അങ്ങനെ സരസ്വതി ദേവിനെയും കണ്ട് തൊഴുത് നമ്മളിങ്ങനെ വരുമ്പോൾ ആ കോർണറിലുള്ള ചെറിയ ഗണപതിയുടെ വിഗ്രഹം കണ്ടു. അത് തൊട്ട് തലോടിയിട്ട് തൊഴുത് പോരാം.
ബാക്കിയുള്ള ദശാവതാര വിഗ്രഹങ്ങൾ, മത്സ്യം, കൂർമ്മ, വരാഹം, നരസിംഹം വരെയുള്ള രൂപങ്ങളൊക്കെ കണ്ടു തൊഴുതു. മേൽശാന്തിയുടെ അവിടുന്ന് അർച്ചന പ്രസാദം വാങ്ങി. പിന്നീട് നമ്മൾ വാമനാവതാരം കാണാം. വിഷ്ണു ഗരുഡൻ്റെ പുറത്തിരിക്കുന്ന ആ വിഷ്ണുവിനെ കണ്ടു തൊഴാം. ഗജേന്ദ്രമോക്ഷം കണ്ടു തൊഴാം. പിന്നെ അനന്തപത്മനാഭസ്വാമീനെ കണ്ടു തൊഴാം. അവിടെ നിറയെ താമരയും തുളസിയൊക്കെ ആയിട്ട് നിറയെ ഇങ്ങനെ മാലകൾ വിധാനമായിട്ട് ചാർത്തിയിട്ടുണ്ട്. അപ്പം ആ ലക്ഷ്മി വിളക്കിൽ ധാരാളം നെയ്യ് ഒഴിച്ചിട്ട് പ്രകാശിച്ചു കൊണ്ട് നിൽക്കണം. അപ്പോൾ അവിടെ കണ്ട് തൊഴുതു. അതിനുശേഷം ശ്രീകോവിലിൻ്റെ പുറകുവശത്തായിട്ട് സാഷ്ടാംഗം നമസ്കരിക്കുക. സ്ത്രീകളൊക്കെ മുട്ടുകുത്തിയിട്ട് തൊഴുതാൽ മതി. അവിടെ ആകുമ്പോൾ സമാധാനമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കിട്ടും, സാവകാശം കിട്ടും. അങ്ങനെ അത് കഴിഞ്ഞ് നേരെ ദശാവതാര വിഗ്രഹങ്ങൾ ബാക്കിയൊക്കെ കണ്ട് തൊഴുത് കൃഷ്ണൻ്റെ അടുത്തൊക്കെ വന്ന് മുരുകൻ്റെ അടുത്ത് നല്ല അഭിഷേകം, ഭസ്മാഭിഷേകം കിടന്ന് നിറയെ ഭസ്മം കൊണ്ട് അഭിഷേകം കഴിഞ്ഞിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ്. പിന്നെ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വരികയാണ്. ഹനുമാൻ സ്വാമിയുടെ അടുത്ത് വന്ന് നിറയെ ഒരു നാരങ്ങമാലയൊക്കെ ചാർത്തിയിട്ടുണ്ടെന്ന്, നെറ്റിലമാലയും കുങ്കുമൊക്കെ ചാർത്തിയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കൂ. ത്വമസ്മിൻ കാര്യനിര്യാഗേ പ്രമാണം ഹരിസത്തമ ഹനുമാൻ യജ്ഞമാസ്തായ ദുഃഖക്ഷയകരോ ഭവ മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂതമുഖ്യം ശ്രീരാമദൂതം ശിരസാ നമാമി. ബുദ്ധിർബലം യശോധൈര്യം നിർഭയത്വം അരോഗത അജാഡ്യം വാക്പടുത്തം ഹനുമത് സ്മരണാത് ഭവേത്. ഓം നമോ ഭഗവതേ ആഞ്ജനേയായ മഹാബലായ സ്വാഹ. അങ്ങനെ ഹനുമാൻ സ്വാമിയെ കണ്ട് തൊഴുത് ആ രാധാകൃഷ്ണ വിഗ്രഹമൊക്കെ കണ്ട് തൊഴുത് നേരെ നമ്മൾ ഓവിൻ്റെ അവിടെ വന്ന് പ്രാർത്ഥിച്ചു. പിന്നെ ഓവിൻ്റെ അവിടുന്ന് കുറച്ച് പടിഞ്ഞാട്ട് നീങ്ങി നിന്നാൽ നമ്മുടെ ആ സ്ഥലം മാറിയ താമരക്കണ്ണനെ കണ്ട് തൊഴാം. അതിനുശേഷം നമ്മളിങ്ങനെ വീണ്ടും ഗ്രില്ലിന് അവിടെ വന്നാൽ ഗ്രില്ലിന് അപ്പുറത്തേക്ക് നോക്കിയാൽ മണിക്കിണർ കാണാം. പിന്നെ ആ നൃത്താറ കാണാം. നൃത്താറയിൽ കണ്ട കിടാവൾക്ക് ഇങ്ങനെ കത്തി നിൽക്കുന്നു. അപ്പോൾ നമ്മൾ ഏത് രൂപത്തിലാണോ നമ്മുടെ പൊന്നുണ്ണിയെ കണ്ട് തൊഴുന്നത്, അതായത് എങ്ങനെയാണ് കളിക്കുന്നത്, ചെറിയ കുട്ടികൾ കളിക്കുന്ന ഏത് രൂപത്തിലാണോ അതൊക്കെ നൃത്തമായിട്ടാണ് ഭഗവാന്റെ നൃത്തം. അങ്ങനെ നമ്മൾ മനസ്സിൽ പ്രതീക്ഷിച്ചാൽ ആ നൃത്തത്തിൻ്റെ ആ രൂപത്തിൽ, ഭാവത്തിൽ നമ്മളിലേക്ക് ആ ഗുരുവായൂരപ്പൻ പൊന്നുണ്ണിക്കണ്ണൻ വരും. അങ്ങനെ കണ്ടു തൊഴുക. അതിനുശേഷം കുറൂരമ്മേനെയും നാരദരെയൊക്കെ കണ്ടു തൊഴുത്, വസുദേവരെയൊക്കെ കണ്ടു തൊഴുത് ഇങ്ങനെ വരുമ്പോൾ വടക്കേ നടയിലൂടെ പുറത്ത് വരാം. പുറത്ത് വന്ന് പ്രസാദ കൗണ്ടറിൻ്റെ അവിടെ നിന്ന് ചന്ദനവും തീർത്ഥമൊക്കെ വാങ്ങി ഇനി നമുക്ക് ഇടത്തരികത്ത് കാവിലെ ഭഗവതിയെ കാണാം. ഭഗവതി ഇന്ന് ഏത് രൂപത്തിലായിരിക്കണം നോക്കണ്ടേ. അങ്ങനെ ഭഗവതിയുടെ അടുത്ത് വരികയാണ്. അവിടെ വരുമ്പോൾ അന്ന് ഗോളകയൊക്കെ ഇറക്കി ധാരാളം പൂക്കൾ കൊണ്ട് അർച്ചനയൊക്കെ ലഭിച്ച് വളരെ അർച്ചനകൾ നടന്നിട്ടുണ്ട് തോന്നുന്നു. നിറയെ പൂക്കളാണ്, തെച്ചിപ്പൂവൊക്കെ, തെച്ചിയും തുളസിയൊക്കെ ആയിട്ടുള്ളത്. വളരെ മനോഹരമായിട്ടുള്ള ആ രൂപത്തിലേക്ക് നോക്കിയിട്ട് നമുക്ക് തൊഴാം. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അങ്ങനെ അമ്മയെ കണ്ടു തൊഴുതു. അമ്മയുടെ അനുഗ്രഹം ലഭിക്കും. അങ്ങനെ വന്ന് നമ്മൾ ആ കോർണറിലെത്തിയാൽ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കൊന്ന് നോക്കി തൊഴാം. മമ്മിയൂരപ്പനെ സ്മരിക്കുക മനസ്സിൽ. എന്നിട്ട് നമശിവായ 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 എന്നുള്ള പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക, മമ്മിയൂരപ്പനെ സ്മരിക്കുക. അപ്പം നമ്മുടെ മനസ്സ് മമ്മിയൂരെത്തി തൊഴുത പ്രതീതിയായി. അതിനുശേഷം നമ്മളിങ്ങനെ വരുമ്പോൾ തുലാഭാര കൗണ്ടറും അതേപോലെ ആൾരൂപ വഴിപാടിൻ്റെയും ആ മഞ്ചാടിക്കുരുവിൻ്റെയും ഒക്കെ കണ്ട് തൊഴുത് ആ കൊടിമരത്തിൻ്റെ അവിടെ വന്ന് വീണ്ടും ശ്രീലകത്തേക്ക് നോക്കിയിട്ട് ഒന്നുകൂടി ആ ഒക്കത്ത് കയ്യും വെച്ച് ഓടക്കോലും പിടിച്ച് നിൽക്കുന്ന പൊന്നുണ്ണിക്കണ്ണനെ, വട്ടമുകളുള്ള പൊന്നുണ്ണിക്കണ്ണനെ കണ്ട് തൊഴുകയാണ്. അത് കഴിഞ്ഞാൽ നേരെ കൂത്തമ്പലത്തിൽ വരാം, അവിടെ വന്ന് തൊഴാം. അതേപോലെ അയ്യപ്പസ്വാമിയുടെ അടുത്ത് വരുമ്പോൾ ഇപ്പോൾ അയ്യപ്പസ്വാമിക്ക് ശുദ്ധിയായിരുന്നു. രാവിലെ നേരത്തെ തുടങ്ങിയിരുന്നു. അപ്പം ഇന്ന് പൂർവാധികം ശോഭയോടുകൂടി ശക്തിയോടുകൂടിയിട്ട് ദൈവങ്ങൾക്ക് ശക്തി കൂട്ടാൻ വേണ്ടിയിട്ടാണ് മന്ത്രദ്വാരണത്തോടെ ശുദ്ധി മാസാമാസവും എല്ലാ മാസത്തിലും ഉണ്ട്. അപ്പോൾ
അപ്പോൾ അതിലത്തെ ഒരു ദിവസമായിരുന്നു ഇന്ന്. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ആ ഗോളക ഇറക്കിയിട്ട് അയ്യപ്പസ്വാമി നമ്മളെ ഭക്തരെ എല്ലാവരെയും കാത്തുരക്ഷിക്കാനായിട്ട് അനുഗ്രഹിക്കാനായിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ കണ്ടു തൊഴാം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര രക്ഷ രക്ഷ മഹാബാഹു ശാസ്തേ സ്തുഭ്യം നമോ നമ. അങ്ങനെ ആ ഭൂതനാഥനെ കണ്ടു തൊഴുതു. ഒന്ന് പ്രദക്ഷിണമായിട്ട് ചെന്ന് നേരെ നമ്മൾ പടിഞ്ഞാറ നടയിൽ വന്ന് ദീപസ്തംഭത്തിൻ്റെ മുകളിലേക്ക് നോക്കിയ വേണുഗോപാല സ്വരൂപം കണ്ടു, തൊഴുതു. പിന്നെ ഒന്ന് പുറകോട്ടിൽ ഇറങ്ങി നിന്നാൽ കൊടിമരം കണ്ട ഗരുഡധ്വജനെ കണ്ടു തൊഴാം. അങ്ങനെ കണ്ടു തൊഴുതു. അപ്പോൾ ഇന്നത്തെയും ഉച്ചപൂജ കളഭാലങ്കാരം നമ്മൾ എല്ലാവരും കണ്ടു തൊഴുതു കേട്ടോ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. ഹരേ കൃഷ്ണ. ഗുരുവായൂരപ്പാ ശരണം.